ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സരയു രാഹുലിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ രാഹുൽ പറയുന്നുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ കരുത്തനായിട്ടുള്ളൊരു ആളാണ് ഇപ്പൊ ജയിലിലേക്ക് പോയത് മോളെ എന്ന് പറയാണ്. ആര്? ആ ഗംഗപ്രസാദോ? അതെ, അവനെ കൊണ്ട് എന്തിനൊക്കെ സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അവൻ അത്ര കരുത്തനായിരുന്നു, കിരണിനെ പോലെ, അല്ലെങ്കിൽ കിരണിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കരുത്തൻ തന്നെയായിരുന്നു. പിന്നെ അവന് എന്ത് സംഭവിച്ചു വെച്ചാ, അവനെ അവിടെ തോൽപ്പിക്കാണ്ട് കിരൺ കിടന്ന കിടപ്പാണ്. പിന്നെ അവിടെ കല്യാണിയേ ഉള്ളൂ മോളെ. അവിടെ അവൻ അത്രമാത്രം തല്ലി ചതച്ചെങ്കിൽ കല്യാണിക്ക് അത് സാധിക്കില്ല. ഇനി കിരണെങ്ങാനും അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞത്? അച്ഛന്റെ ബോധം ഇപ്പോഴും ശരിയായിട്ടൊന്നും ഇല്ലേ? കിരൺ എങ്ങനെ തല്ലി ചതയ്ക്കാനാ? അവൻ കിടപ്പിലല്ലേ അച്ഛാ? അത് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. ഇനി അവനെ കിടപ്പിലൊന്നും അല്ലെങ്കിലോ മോളെ, എന്തിലും അവൻ മാറ്റം ഉണ്ടെങ്കിലോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. അച്ഛൻ ഈ കിടന്ന കിടപ്പ് കിടക്കണോണ്ടാ ഞാനും അമ്മയും കൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം അവനെ പോയി കണ്ടതാണ്. അവനെ കല്യാണിനെ പോലും ഓർമ്മയില്ല, എന്തിന് സ്വന്തം മോനെ പോലും അവന് ഓർമ്മയില്ല. അതുകൊണ്ട് അവനൊന്നും ആയിരിക്കില്ല. ഇത് ആ ചന്ദ്രസേനന്റെ ഗുണ്ടകളായിരിക്കും. അവരാ വീടിന് ചുറ്റും എപ്പോഴും വലം വെക്കുന്നുണ്ട്. ആ ഗംഗപ്രസാദ് വന്നത് അവരറിഞ്ഞു കാണുമായിരിക്കും. നേരെ വന്ന് നന്നായിട്ട് ഉപദ്രവിച്ചു. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എന്തായാലും മോളെ, നിന്നോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ വെച്ചാ, നീ മനോഹരനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും സ്നേഹിക്കുന്ന രീതി തന്നെയാണ് നീ അവനെ സ്നേഹിക്കുന്നത്. അതില് നീ ശരിക്കും പറഞ്ഞാൽ അവനെ അന്ധമായിട്ട് സ്നേഹിക്കരുത് മോളെ. ഞാനും നിന്റെ അമ്മയൊക്കെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന കൂട്ടത്തിലാ. നിനക്കറിയാലോ, ഞങ്ങൾ ജീവിക്കണത് വേണ്ടിട്ട് നിനക്ക് തന്നെയാ. അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ അച്ഛാ എന്ന് പറയുമ്പോഴേക്കും, പക്ഷേ മനുവിനെ നീ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഞാനും നിന്റെ അമ്മയൊക്കെ അവനെ ഒരുപാട് വെറുക്കുന്നുണ്ടെങ്കിൽ, അവനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവോന്ന് നീ ആലോചിക്കണം. അല്ലാതെ അവനെ ഒരാളെ മാത്രം കണ്ണടച്ച് വിശ്വസിക്കരുത് മോളെ. അത് നിനക്ക് ഗുണത്തെക്കാളും ഏറെ ദോഷമേ ചെയ്യുള്ളൂ. അത് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാവും എന്ന് പറയുമ്പോ സരയുവിന്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് പതർന്നിട്ടോ. കാരണം സരയുവിനും ചെറിയ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ സരയു പറയണ്ട, അച്ഛാ എനിക്കിപ്പോ ഒന്നും തന്നെ തലയിൽ കയറില്ല. മനുവേട്ടന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ അമേരിക്ക കൊണ്ടുപോകാനാണല്ലോ പറഞ്ഞേക്കണം. ഒരാഴ്ച കഴിയട്ടെ, അതുവരെ അതിനുശേഷം ഞാൻ എന്താ ചെയ്തോളാം എന്ന് സരയു പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതേസമയം വിക്രമാണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോയിരിക്കാട്ടോ. ഗംഗപ്രസാദ് വരുന്നുണ്ട്. എന്നാലും ചേട്ടൻ ജയിലിൽ പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ലടാ. എല്ലാത്തിനും കാരണം അവളാ, ആ കാർത്തിക എന്ന് പറഞ്ഞവള്. അവളുടെ അവള് കാരണം എനിക്ക് ഇത്രമാത്രം അനുഭവിക്കേണ്ടത്. ഞാൻ ഇത്രയോ നാള് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരുപാട് അടിയും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാടാ. ഇതിപ്പോ ചെന്നൈയിലാണെങ്കിൽ എനിക്ക് പുഷ്പം പോലെ ഇറങ്ങി വരാൻ പറ്റുമായിരുന്നു. ഇവിടെ ആയതുകൊണ്ട് എനിക്ക് പിടിപാടൊന്നും ഇല്ലല്ലോ കേരളത്തിൽ. ഇവിടെ കൂടുതൽ പിടിപാടുള്ളത് കിരണിന്റെ അച്ഛനെയും അതുപോലത്തുള്ള ആൾക്കാർക്കാണല്ലോ. അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയായത്. ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടൻ അകത്താണെങ്കിൽ എന്താ, ചേട്ടന് വേണ്ടി പുറത്തുനിന്ന് ഞാൻ കളികൾ കളിക്കും. നീ എന്ത് ചെയ്യുന്ന പറയണത്? ചേട്ടൻ ഇതിവിടെ ആവാൻ കാരണം എന്താ? ആ കാർത്തികയല്ലേ? അവളും അവളുടെ അമ്മയും എന്തോ ആകാശം കൈയടക്കി എന്ന് പറഞ്ഞ അഹങ്കാരത്തിലാണ് ഇപ്പൊ നടക്കണത്. ചേട്ടൻ ജയിലായത് കൂടി തന്നെ അവരുടെ എല്ലാ ശത്രുക്കളും ഒതുങ്ങി പറഞ്ഞ സന്തോഷത്തിലാണ് അവള്. ഞാൻ ഇന്നലെ അവളെ കണ്ടിരുന്നു. അവളുടെ അഹങ്കാരം ഒന്ന് കാണണമെന്ന്. ആ കാർത്തികയുടെ ഗംഗപ്രസാദ് ജയിലിൽ പോയത് കൊണ്ട് തന്നെ അവളൊക്കെ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് പുറത്തിറങ്ങി നടക്കണത് എന്ന് പറയുമ്പോ ഗംഗപ്രസാദ് പറയണ്ടേടാ, ഞാൻ പറഞ്ഞിടാ, അവൾക്ക് വലിയ സന്തോഷമൊക്കെ പുറമെ കാണിക്കണ്ടെങ്കിലും ഉള്ളില് വിഷമമാടാ. ബാക്കി പെണ്ണുങ്ങളെ പോലൊന്നും അവക്ക് കല്യാണം കഴിക്കാനോ കുഞ്ഞിനെ പ്രസവിക്കാനോ സുഖിച്ച് ജീവിക്കാനോ ഒന്നും സാധിക്കില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാൻ പോണവളെ ആര് ജീവിതത്തിലേക്ക് കൂട്ടാനാടാ? അതുകൊണ്ട് അവൾക്ക് ഇന്നോ നാളെയോ മരണം കാത്ത് കിടക്കണവളാ. അതുകൊണ്ട് അവൾക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ല, പുറമെ സന്തോഷം നടിക്കായിരിക്കും. പക്ഷെ സ്വത്തുക്കൾ അതെന്റെ കൈവിട്ട് പോണതാടാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഗംഗേട്ട, അവൾ എന്താ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് വക്കീലിനെ പോയി കണ്ട് സ്വത്തുക്കളൊക്കെ കല്യാണിന്റെ കിരണിന്റെ പേരിൽ എഴുതി വെക്കുന്നു. അവർക്ക് ഇപ്പൊ തന്നെ സ്വത്തുക്കൾ കൊണ്ട് മുട്ടിയിരിക്കുക. അവര് ആകെ പടപ്പെട്ടിരിക്കുക. ആ ചന്ദ്രസേനന്റെ ആ രൂപ എന്ന് പറഞ്ഞവരുടെ സ്വത്തുക്കൾ തന്നെ കോടിക്കണക്കിനുണ്ട്. പിന്നെ കിരണും കണ്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വത്തുക്കളുടെ പൂരമാണ്. അതിനടക്ക പിന്നെയും കോടികളുടെ സ്വത്തുക്കൾ. അതെന്താ നടക്കാൻ പാടില്ല ഗംഗേട്ട, അത് എന്റെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് അവള് വക്കീലിനെ കാണുന്ന മുമ്പ് ആ കാർത്തിക എന്ന് പറഞ്ഞവളെ ഗംഗേട്ടനെ വേണ്ടി ഞാൻ ഇല്ലാതാക്കിയിരിക്കും. നിന്നെ കൊണ്ട് അതിന് പറ്റുമോ വിക്രമേ? നീ അത് ചെയ്യോ? നീ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ അന്ന് മുതൽ നിന്നെ ഞാൻ വലം കൈ ആക്കിയിരിക്കും. എന്റെ സ്വത്തുക്കളുടെ പകുതി അവകാശം ഞാൻ നിന്നെ ആക്കിയിരിക്കും. എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട. ചേട്ടന്റെ വലം കൈയായി നിന്നാ മതി. അതിനുവേണ്ടി ഞാൻ കാർത്തികനെ ഇന്ന് തന്നെ ഇല്ലാതാക്കിയിരിക്കും. ശരിയടാ, നീ എന്നാ അവളെ ഇല്ലാതാക്കിയിട്ട് എന്റെ അടുത്തേക്ക് വാ. ഞാൻ അപ്പോ സമാധാനത്തോടെ ഇരിക്കാം. പിന്നെ നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. ആ കിരൺ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവൻ കിടന്ന കിടപ്പൊന്നല്ല. അവന് നല്ല ആരോഗ്യമുണ്ട്. അവൻ അഭിനയിക്കാടാ. ശത്രുക്കളൊക്കെ അവന്റെ അടുത്ത് വരുമ്പോ അവൻ ഇല്ലാതാക്കാൻ വേണ്ടി അവൻ അഭിനയിച്ചു കിടക്കുക. എനിക്കിപ്പോ കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഏകദേശം മനസ്സിലായി ചേട്ടാ. എന്തായാലും ആദ്യം നമുക്ക് കാർത്തികനെ ഇല്ലാതാക്കാം. അവളാണല്ലോ എല്ലാത്തിനും കാരണം. അവൾ അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നിട്ട് ഇല്ലാതാക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുവാട്ടോ.
അതേസമയം സരിയുവാണെന്നുണ്ടെങ്കിൽ മനോഹറിന്റെ പുറകെ തന്നെ ഫോളോ ചെയ്തു പോവാണ്. മനോഹർ എവിടെ പോകുന്നു എങ്ങനെ പോകുന്നു അറിയാണ്ട് അപ്പൊ മനോഹർ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. മോളു ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോകുവാട്ടോ. എവിടെയാ മീറ്റിംഗ്? നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിലാണ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. തൊട്ടു പിന്നെ തന്നെ സരിയും ഒരു യൂബർ വിളിച്ചിട്ട് പോകുന്നുണ്ട്. സരി വണ്ടിയിൽ വെച്ചിട്ട് മനോഹറിനെ വിളിക്കണ്ട. മനുവേട്ടാ ഇത് എവിടെയാന്ന് ചോദിക്കുമ്പോ മോളു ഞാൻ ഹോട്ടലിലേക്ക് പോവാന്ന് പറഞ്ഞില്ലേ മോളു എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുവാണ്. മനോഹറിന്റെ തൊട്ടു പിന്നെ തന്നെ സരി ഉണ്ട് കേട്ടോ. മനോഹർ പുതിയൊരു വല ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ആ പെണ്ണിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് മനോഹർ. അത് കൈയോടെ പിടിക്കാണ് സരിയു. അതുകൂടി ആകുമ്പോ സരിനെ പ്രാന്ത് പിടിക്കാട്ടോ. ആഹാ അപ്പൊ എന്റെ ജീവിതം തകർന്നു. അച്ഛനും അമ്മ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. മനുവേട്ടൻ ഒരു ഫ്രോഡ് തന്നെയാണ്. എന്തായാലും എന്റെ ജീവിതം തകരണ മുമ്പ് ഞാൻ ആ കിരണിന്റെ കല്യാണിന്റെ ജീവിതം തകർത്തിരിക്കും. ഞാൻ എന്തായാലും മനുവിനെ കൊന്ന് വിധവയാകും. അതുകൊണ്ട് തന്നെ കല്യാണി വിധവയായ മതി. അവളുടെ ഭർത്താവ് ഇപ്പൊ കിടന്ന കിടപ്പാണല്ലോ. അതുകൊണ്ട് അവളുടെ നെറ്റിയിൽ സിന്ദൂരമുണ്ട്, കഴുത്തിൽ താലിയുണ്ട്. അതില്ലാതാവണമെങ്കിൽ കിരൺ ഇല്ലാതാവണം. ഇത് തന്നെ പറ്റിയ അവസരം. ഇപ്പൊ തന്നെ പോയിട്ട് അവൻ അങ്ങോട്ട് ഇല്ലാതാക്കി കളയാം. എന്തായാലും കല്യാണി അവിടെ ഇല്ല, ആ വേലക്കാരൻ ചേച്ചി മാത്രമേ ഉള്ളൂ. അവര് വല്ല പണിയിലായിരിക്കും. അവൻ എന്തായാലും ഇല്ലാതാക്കാം എന്ന് പറഞ്ഞിട്ട് സരിയു നേരെ കിരണിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. അവിടെ കയറി ചെല്ലുമ്പോ തന്നെ കിരൺ അങ്ങനെ കിടന്ന കിടപ്പ് കിടക്കാണ്. സരിയു പറഞ്ഞേടാ നിന്നെ ഞാൻ കിടന്ന കിടപ്പ് കിടക്കല്ലേ, നിന്നെ വിട്ടേക്കുമായിരുന്നു. നീ എന്തെങ്കിലും ആവട്ടെ ഇങ്ങനെ തന്നെ കിടന്ന കിടന്ന് നരകി ചാവട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ നിന്റെ ഭാര്യ അവളുടെ അഹങ്കാരം കാണുമ്പോ എനിക്ക് നിന്നെ ഇല്ലാതാക്കാനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നിന്റെ ജീവൻ അങ്ങോട്ട് എടുക്കുവാടാ. നിന്നെ ശരിക്കും പറഞ്ഞാൽ മുമ്പൊക്കെ ആണെങ്കിൽ 5-6 പേരുണ്ടെങ്കിലും നിന്നെ പൊരുതി നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പക്ഷെ ഇപ്പൊ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി എന്റെ ഈ കൈകൾ മതിയടാ. ഈ കൈകൾ നിന്റെ കഴുത്തിലേക്ക് അമർത്തിയാലുണ്ടല്ലോ നീ അങ്ങ് ഇല്ലാതാവാടാ. അതുകൊണ്ട് ഞാൻ നിന്നെ ഇന്ന് ഇല്ലാതാക്കാൻ പോവാടാ എന്ന് പറഞ്ഞിട്ട് സരിയു 2 കൈകളും വെച്ചിട്ട് കിരണിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ അമർത്തുവാട്ടോ. ആ സമയത്ത് കിരൺ ബലം പിടിക്കുന്നുണ്ട്. സരിയു പറഞ്ഞേടാ നീ കിടന്ന കിടപ്പാണെങ്കിലും ശരീരത്തിന് ഭയങ്കര ബലമാണല്ലോടാ, നിന്റെ കഴുത്തിനൊക്കെ ഭയങ്കര ബലം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴുത്തിൽ അമർത്തി പിടിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കിരണിനെ ശ്വാസം മുട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കിരൺ കൈ തട്ടി മാറ്റുവാണ് സരിയുവിന്റെ. എന്താ ഇപ്പൊ കണ്ടത്? നിനക്കപ്പോ നടക്കാനും ഇരിക്കാനൊക്കെ പറ്റോടി? ഞാനേ നിങ്ങളെപ്പോലത്തെ ശത്രുക്കൾ കൂടെ വരുമ്പോ നേരിടാൻ വേണ്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു പറഞ്ഞിട്ട് സരുവിനെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാൻ മുഖത്തിട്ട്. അപ്പോഴേക്കും അവിടെ കല്യാണിയും അതുപോലെ തന്നെ ദീപയൊക്കെ വരുന്നുണ്ട്. എല്ലാവരും സരയുവിനെ നല്ലതായിട്ട് മുഖത്ത് മാറി അടിക്കട്ടെ. സരയുടെ മുഖം ശരിക്കും ചുവന്ന് തുടുത്ത് മുഖത്ത് പാടൊക്കെ വന്നു. സരയുടെ മുറ്റത്തേക്ക് ഒരു ഒറ്റ വലിച്ചെറിയാണ് കല്യാണി. ഇനി ഇവിടെയൊക്കെ വന്ന മുട്ടുകാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞിട്ട് ആട്ടി ഓടിക്കുന്നുണ്ട്. സരയുവിനും ആകെ ദേഷ്യം വരുവാട്ടോ. അതേസമയം വിക്രമാണെങ്കിൽ കാർത്തികയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കാർത്തികനെ ഇല്ലാതാക്കാൻ വേണ്ടി ബെല്ലടിക്കുമ്പോ കാർത്തിക വാതിൽ തുറക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുമ്പോലൊക്കെ ഉണ്ടല്ലോ, രാജപ്പൻ അടിച്ചൊടുക്കിയ ഇരുമ്പോലൊക്കെ, ആ ഇരുമ്പോലൊക്കെ നമ്മുടെ കാർത്തികയുടെ നേരെ പ്രയോഗിക്കുവാട്ടോ. കാർത്തികയുടെ തല തന്നെ അടിക്കുന്നുണ്ട്. ഒരു അടി കിട്ടുമ്പോ തന്നെ കാർത്തിക നിലത്ത് മറിഞ്ഞു വീഴുവാട്ടോ. അങ്ങനെ മരിച്ച പോലെ കാർത്തിക ചോര വാർന്ന് കിടക്കുന്നുണ്ട്. അത് കണ്ട് കിരണും കല്യാണി ആകെ ഷോക്ക് ആയിരിക്കുന്ന ഭാഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പിസോഡ് ഡിലേ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.